നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. വിവരറിഞ്ഞപ്പോ മുതലേ അച്ഛനൊരേ കരച്ചില്ല. അച്ഛൻ വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. അതിന് എല്ലാവരും ചേർന്ന് ശ്രമിക്കുന്നുണ്ട്. പറഞ്ഞു കേട്ടിടത്തോളം ഇതത്ര നിസ്സാര സംഭവമല്ല. ഈ കാണാതാകല് ആരെങ്കിലും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോന്നോ എന്റെ സംശയം. സിദ്ധു ആരെ സംശയിക്കുന്ന? വേറെ ആര് സംശയിക്കാനാ? അവനെ തന്നെ, ശരത്ത്. ഏതെങ്കിലും ഒരാൾ നിത്യയോട് ഇങ്ങനെ ചെയ്യുമെങ്കിൽ അത് ശരത്ത് തന്നെ ആവാനാ സാധ്യത. പക്ഷെ ഈ കേസിൽ എന്തോ എനിക്ക് ശരത്തിനെ സംശയിക്കാൻ തോന്നുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, നിത്യയോട് ദേഷ്യം തോന്നേണ്ട ഒരു സാഹചര്യം ഇപ്പൊ ഇല്ല. ഇനിയിപ്പൊ എന്നെയാണ് കാണാതായെങ്കിൽ അങ്ങനെ സംശയിക്കായിരുന്നു. എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അവന്. പക്ഷെ നിത്യയോട് അങ്ങനെ ഇല്ല. തന്നെയല്ല, നിത്യ ഇവിടുന്ന് പോകുമ്പോ അവനിവിടെ ഇല്ല. അതുകൊണ്ട് അങ്ങനെ നമുക്ക് സംശയിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ എന്തായിരിക്കും നിത്യക്ക് സംഭവിച്ചത്? ഇനിയിപ്പോ അപകടം എന്തെങ്കിലും പറ്റിക്കാണോ? അതിൽ ഫോൺ എന്തെങ്കിലും നഷ്ടപ്പെട്ട്? അതിനുള്ളൊരു സാധ്യത ഞാനും കാണുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ശരത്തുമല്ല, ആക്സിഡന്റും അല്ല. അല്ലാതെ എന്ത് സംഭവിച്ചു കാണും? അച്ഛാ, അച്ഛാ, എന്താ എന്താ അച്ഛന് പറയാനുള്ള? എന്താ അച്ഛാ? അച്ഛൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അച്ഛാ, അച്ഛനൊന്ന് ശ്രമിക്കേ. അച്ഛനെ കൊണ്ട് പറ്റും. എന്താ അച്ഛാ? ശ്രമിക്കച്ചാ, ട്രൈ ചെയ്യേ. അച്ഛൻ സങ്കടപ്പെടൊന്നും വേണ്ട. നമ്മുടെ നിത്യമോൾക്ക് ഒന്നും സംഭവിച്ചു കാണില്ല. എങ്ങനെയാണോ ഇവിടുന്ന് പോയത് അതുപോലെ തന്നെ തിരിച്ചു വരും. അതെ അച്ഛാ, നമ്മുടെ നിത്യമോളല്ലേ, അവൾക്കൊന്നും സംഭവിക്കില്ല. അവൾ വരും, ഉറപ്പായിട്ടും വരും. സിദ്ധു, ഒരു മിനിറ്റ് വന്ന്. ഞാൻ തളർന്നു. അച്ഛനെ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം കടിച്ചു പിടിച്ച് ഞാൻ നിൽക്കുന്നത്. എന്റെ മനസ്സൊരു ഞെരിപ്പോട് പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുക സിദ്ധു. അത് കാണാതെ പോരുത്. ദയവ് ഇത് ഇന്ന് രാത്രി തന്നെ എനിക്ക് എന്നെ നിത്യമോളെ കണ്ടുപിടിച്ച് തരണം. അത് നടന്നിരിക്കും. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ തേടിയ ഗുഡ് ന്യൂസ് വരും.
എന്നെ പോലെ ഒരാളെ കൊല്ലാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ നിന്നോട് എനിക്ക് സഹതാപം മാത്രം ഓടി. മണിക്കൂറുകൾ കഴിയുമ്പോൾ റെയിൽവേ ട്രാക്കിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് കീറിയ പരുവത്തില് നിന്റെ മൃതദേഹം നാട്ടുകാരും പോലീസും ചേർന്ന് കണ്ടെത്തും. വാരി കൂട്ടിയെടുത്ത് ആംബുലൻസിലിട്ട് നേരെ നിന്നെ കൊണ്ടുവന്ന പോസ്റ്റ്മോർട്ടം ടേബിളിലേക്കാണ്. അവിടെ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തില് തെളിയുന്ന എന്താണെന്ന് അറിയാവോ? മരിച്ചുപോയ പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായോ? പ്രതി അജ്ഞാതൻ, അതായത് ഈ ഞാൻ. വല്ല കാര്യം ഉണ്ടായിരുന്നു മോളെ. ഇത് നീയെ എരന്ന് വാങ്ങിയതാ. ദേവിക വരുമായിരുന്നല്ലോ, എന്തിനാ അവക്ക് പകരം നീ വന്നേ? എന്തിയാ, നിനക്ക് ഇത്രയേ ആയുസ് ഉണ്ടായിരുന്നു. സോറി നിത്യ, നിന്നോട് എനിക്ക് എങ്ങനെ ക്ഷമ ചോദിക്കണമെന്ന് അറിയില്ല. നിനക്കറിയാവില്ല, വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. ദേവിക്ക് വെച്ച് കെണിയെ വന്ന് ചാടാൻ നിന്നോട് ഞാനല്ലല്ലോ പറഞ്ഞു. എൻ്റെ മുന്നിൽ വേറെ വഴികളില്ലായിരുന്നു. ഒരു വീട്ടിലെ 2 പേര്, ഏട്ടനും